അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാമതും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താന് സ്വീകരണം നൽകി പ്രവർത്തകർ വിവിധയിടങ്ങളിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. ഒളവറ പാലത്തിന് സമീപത്ത് നിന്നും പയ്യന്നൂരിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ സ്വീകരിച്ചു. പയ്യന്നൂരിൽ നടന്ന റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ റാലി, പരിസ്ഥിതി പ്രതിജ്ഞ, വൃക്ഷത്തൈ വിതരണവും നടീലും പോസ്റ്റർ പ്രദർശനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ തല ഉദ്ഘാടനം ചേനോത്ത് അംഗൻവാടിയിൽ നടന്നു. പാപ്പിനിശ്ശേരി പഴയങ്ങാടി പിലാത്തറ KSTP റോഡിൽ അറ്റകുറ്റപ്രവൃത്തി തുടങ്ങി. പ്രവൃത്തി M. വിജിൻ MLA സന്ദർശിച്ചു. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടന്നുവരുന്നത്. ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപം വാഹനാപകടം. ചിറ്റാരിക്കൽ ഭാഗത്തു നിന്നും ഇരുട്ടിയിലേക്ക് പോകുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും മത്സ്യമാർക്കറ്റിൽ നിന്ന് റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാമതും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താന് സ്വീകരണം നൽകി പ്രവർത്തകർ പയ്യന്നൂരിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. ഒളവറ പാലത്തിന് സമീപത്ത് നിന്നും റോഡ് ഷോയ്ക്ക് സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും മികച്ച വിജയം കരസ്ഥമാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നടത്തിയ റോഡ് ഷോയ്ക്ക് ഒളവറ പാലത്തിന് സമീപം സ്വീകരണം നൽകി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയായ പടന്നക്കാട് നിന്നും സ്വീകരിച്ച് നീലേശ്വരം, കോട്ടപ്പുറം, മടക്കര, ചെറുവത്തൂർ, പടന്ന, തൃക്കരിപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷമാണ് പയ്യന്നൂരിൽ റോഡ് ഷോ നടന്നത്. നേരിട്ട് കാണുവാനും നിങ്ങളോട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഈ നാടിന്റെ കർമ്മധീരനായ സാരഥി രാജ്മോഹൻ ഉണ്ണിത്താൻ MP പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. പയ്യന്നൂരിൽ നിന്നും റോഡ് ഷോ പഴയങ്ങാടിയിലേക്ക് നീങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡിന്റെ ജനനായകൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നേരിട്ട് കാണുവാനും ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുമെൻ, ആശീർവദിക്കുമെൻ. പ്രിയപ്പെട്ടവരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം പയ്യന്നൂർ നഗരസഭാ തല ഉദ്ഘാടനം ചേനോത്ത് അംഗൻവാടിയിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനം ചേനോത്ത് അംഗൻവാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. നിരവധി വൃക്ഷത്തൈകൾ നമ്മൾ ഓരോ വർഷവും നടുന്നുണ്ട്. പക്ഷെ അതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. വൃക്ഷത്തൈ നട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വളരുന്നതിന് ആവശ്യമായ നിലയിലുള്ള വെള്ളവും അതുപോലെ തന്നെ വളവും ഇതെല്ലാം അതിന് നൽകുന്നുണ്ട്.
നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഷീന കെ വി, വാർഡ് കൌൺസിലർ ഭാസ്കരൻ ഇ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവനന്ദൻ ഇ പി, അങ്കണവാടി ടീച്ചർ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പാപ്പിനിശ്ശേരി പഴയങ്ങാടി പിലാത്തറ KSTP റോഡിൽ അറ്റകുറ്റപ്രവൃത്തി തുടങ്ങി. പ്രവൃത്തി എം വിജിൻ MLA സന്ദർശിച്ചു. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടന്നുവരുന്നത്. പാപ്പിനിശ്ശേരി പഴയങ്ങാടി പിലാത്തറ KSTP റോഡ് ഉപരിതലം മിനുക്കുന്നതിന് 15.21 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും എം വിജിൻ MLA പറഞ്ഞു. എന്നാൽ പ്രസ്തുത റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ വാഹനയാത്രക്കാരും ജനങ്ങളും ഏറെ പ്രയാസപ്പെടുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി താൽക്കാലിക പരിഹാരമായി അറ്റകുറ്റപ്രവൃത്തിക്ക് അനുമതി നൽകിയത്. കല്യാശ്ശേരി അഴീക്കോട് മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ നേരത്തെ അറ്റകുറ്റപ്രവൃത്തികൾ ചെയ്ത് കുഴികൾ അടച്ചെങ്കിലും സമീപത്തായി പുതിയ കുഴികൾ രൂപപ്പെടുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർക്കുൾപ്പെടെ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ ജനങ്ങൾ ആശങ്കയിലായിരുന്നു. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിന്റെ ഉപരിതലം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് 15.21 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. 21 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതോടൊപ്പം 7 വർഷത്തെ റോഡ് പരിപാലനം ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് കാലവർഷത്തിനു ശേഷം ടാറിംഗ് ആരംഭിക്കാൻ സാധിക്കുമെന്നും എം വിജിൻ MLA പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപം വാഹനാപകടം. ചിറ്റാരിക്കാൽ ഭാഗത്തു നിന്നും ഇരിട്ടിയിലേക്ക് പോകുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും മത്സ്യമാർക്കറ്റിൽ നിന്നും റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപം രാവിലെ 11 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ചിറ്റാരിക്കൽ ഭാഗത്തു നിന്നും ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും മത്സ്യമാർക്കറ്റിൽ നിന്നും റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ബസിനും കേടുപാടുകൾ പറ്റി. അപകടത്തെ തുടർന്ന് പുളിങ്ങോം ചെറുപുഴ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ മാറ്റി ഗതാഗത തടസ്സം പരിഹരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് പിലാത്തറയിൽ സ്വീകരണം നൽകി. ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് പിലാത്രയിൽ സ്വീകരണം നൽകി. ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുറന്ന വാഹനത്തിൽ എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. സ്വീകരണത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മറുപടി പ്രസംഗം നടത്തി. ജീവൻ മരണ പോരാട്ടം നടത്തി. 2 വനിതകൾ എനിക്ക് വേണ്ടി ബൂത്തിലിരുന്നു. 2 കൈയില്ലാത്ത വൈശാഖൻ ബൂത്തിലിരുന്നു പയ്യന്നൂര്. മാതമംഗലത്ത് 2 പെണ്ണുങ്ങളായിരുന്നേ. അപ്പൊ അവരോട് അവസാനം ഇവർ കെഞ്ചുന്ന കാഴ്ച ഞാൻ കണ്ടു. ഒരു 10 വോട്ട് കള്ളവോട്ട് ചെയ്യാൻ അനുവദിക്കണം. അപ്പൊ കള്ളവോട്ടൊരു കുലത്തൊഴിലാണ്. ഇത്തവണയും അത് നടന്നു. അത് നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭൂരിപക്ഷം 1,50,000 ആകുമായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് 1,00,000-ലധികം ഭൂരിപക്ഷം തന്ന് എന്നെ നിങ്ങൾ നെഞ്ചിലേറ്റി. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം 10 മടങ്ങ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ഉറപ്പു തരികയാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി അടുത്ത 5 വർഷക്കാലം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മധുരപലഹാര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കാലത്തിനനുസരിച്ച് ശാസ്ത്രീയ കൃഷിരീതി പിന്തുടർന്ന പരേതനായ പലിയേരി പത്തായപ്പുരയിൽ കൃഷ്ണൻ നായരുടെ സഹധർമ്മിണി 100 വയസ്സ് തികഞ്ഞ പുലിക്കോടൻ വീട്ടിൽ ചിരിയമ്മ പുതിയ തലമുറയോട് സ്കൂളിൽ വെച്ച് സംവദിച്ചു. കരിവെള്ളൂരിൽ കാലത്തിനനുസരിച്ച് ശാസ്ത്രീയ കൃഷിരീതി പിന്തുടർന്ന പരേതനായ പലിയേരി പത്തായപ്പുരയിൽ കൃഷ്ണൻ നായരുടെ സഹധർമ്മിണി 100 വയസ്സ് തികഞ്ഞ പുലിക്കോടൻ വീട്ടിൽ ചിരിയമ്മ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ഞാൻ
അത് ഞങ്ങൾ വളർത്തിന് നടും. അത് കുറേയൊക്കെ പഴുക്കുമ്പോൾ പറിച്ച് അതിൻ്റെ തോട് കളഞ്ഞ് ഞങ്ങൾ തൊട്ടിയിലാക്കി മംഗലാപുരം കൊണ്ടുപോയിട്ട് എൻ്റെ കുഞ്ഞളൊക്കെ. പിന്നെ നാട്ടിപ്പാടെല്ലാം പാടലുണ്ടോ? നാട്ടിപ്പാടെല്ലാം പാടലില്ല. നാട്ടിപ്പാട്ട് എങ്ങനെയൊന്നും അറിയില്ല. തെങ്ങ് കൃഷി എങ്ങനെ? തെങ്ങ് കൃഷി ഒന്നുമില്ല. നെല്ല് എത്ര വിള ചെയ്യും? തെങ്ങ്, നെല്ലി, കൊക്കോ, മൾബറി എന്നിവ കൃഷ്ണൻ നായർക്കൊപ്പം ശാസ്ത്രീയമായി കൃഷി ചെയ്ത ഒരു നൂറ്റാണ്ടിനെ കണ്ട അനുഭവ സമ്പത്തുമായി ചിരിയമ്മ പുതിയ തലമുറയോട് സ്കൂളിൽ വെച്ച് സംവദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പച്ചക്കറി ഫലവൃക്ഷ തൈ നട്ട് പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. ചിരിയമ്മയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, P ശ്യാമള, PV രമേശൻ, കൃഷി ഓഫീസർ AN അനുഷ, രമാദേവി ടീച്ചർ, ഹെഡ്മാസ്റ്റർ VV രവീന്ദ്രൻ, രാജശ്രീ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. M ശശിമോഹനൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പഴയങ്ങാടിയിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കല്യാശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പഴയങ്ങാടിയിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF വിജയം ആഘോഷിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിൽ പഴയങ്ങാടി ടൗൺ ചുറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. പ്രകടനത്തിൽ കല്യാശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ്, മുഹമ്മദ് റായിദ്, ജിതേഷ് ചൂട്ടാട്, ആദർശ് AK, അജേഷ് കട്ടക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും നടത്തി. മൂന്നാമതും NDAയുടെ വിജയത്തിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലുമാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. മൂന്നാമതും ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിലും തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിലും പയ്യന്നൂരിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും നടത്തി. പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് പനക്കിൽ ബാലകൃഷ്ണൻ, മോഹനൻ കുഞ്ഞിമംഗലം, MP രവീന്ദ്രൻ, രവീന്ദ്രൻ ചിറ്റടി, സുരേഷ് കോളേത്ത്, രമേശൻ P തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും ഔഷധി പെരിയാരവും കേശവതീരം ആയുർവേദ ആശുപത്രിയും സംയുക്തമായി ആയുഷ് ആരാമം പച്ചത്തുരത്ത് ഉദ്ഘാടനവും പരിസ്ഥിതി ദിനം പഞ്ചായത്ത് തല ഉദ്ഘാടനവും ചെറുപാറയിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും ഔഷധി പരിയാരവും കേശവതീരം ആയുർവേദ ആശുപത്രിയും സംയുക്തമായി ആയുഷ് ആരാമം പച്ചത്തുരുത്ത് ഉദ്ഘാടനവും ചെറുപ്പാറയിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഇതിൻ്റെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിനെ ഒരു കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പദ്ധതികൾക്ക് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷം, ഭൂമി ഇപ്പോൾ കൂടുതൽ ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മഴയുണ്ടായാലും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ ചൂട് കൂടാൻ വേണ്ടി കാരണം നമ്മൾ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതുകൊണ്ടാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ വെതിരമന വിഷ്ണു നമ്പൂതിരി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർ M കുഞ്ഞിക്കണ്ണൻ, ജൂനിയർ സൂപ്രണ്ട് T സുരേഷ് ബാബു, കേശവതീരം ഹോസ്പിറ്റലിലെ ഡോക്ടർ തുളസി കേശവൻ, പഞ്ചായത്ത് തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ വിപിൻ പുറച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപ്പാറ പഞ്ചായത്ത് കിണറിന് സമീപത്തുള്ള പഞ്ചായത്ത് ഭൂമിയിൽ വേപ്പ്, നെല്ലി, നീർമരുത്, ചന്ദനം തുടങ്ങിയ വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കാനാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കേശവതീരം ഹോസ്പിറ്റലിലെ ജീവനക്കാർ,
കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാമതും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് റോഡ് ഷോ സംഘടിപ്പിച്ചു. പടന്നക്കാട് നിന്നും ആരംഭിച്ച റോഡ് ഷോയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാമതും വിജയം കരസ്ഥമാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയായ പടന്നക്കാട് നിന്നും റോഡ് ഷോയ്ക്ക് സ്വീകരണം നൽകി. നീലേശ്വരം, കോട്ടപ്പുറം, മടക്കര, ചെറുവത്തൂർ, പടന്ന, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം റോഡ് ഷോ ഒളവറ പാലത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് റോഡ് ഷോ പയ്യന്നൂരിലേക്ക് നീങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കഴിഞ്ഞ തവണ 40,000 വോട്ടുകൾക്കാണ് വിജയിച്ചതെങ്കിൽ വിജയിച്ച രാജകുമാരൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതാ പ്രിയമുള്ളവരെ, കൊല്ലത്ത് കിളിവള്ളൂരിൽ ജനിച്ച് കേരളത്തിലുടനീളം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവും പ്രയോക്താവുമായി നിറഞ്ഞു നിന്നു 2019 പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി റാലി, പരിസ്ഥിതി പ്രതിജ്ഞ, വൃക്ഷത്തൈ വിതരണവും നടീലും പോസ്റ്റർ പ്രദർശനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സതീഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് രഘു, സ്റ്റാഫ് സെക്രട്ടറി സുധീഷ് MV എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി റാലി, പരിസ്ഥിതി പ്രതിജ്ഞ, വൃക്ഷത്തൈ വിതരണവും നടീലും പോസ്റ്റർ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിൽ ആഘോഷം പ്രകടിപ്പിച്ച് പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പായസം വിതരണം നടത്തി. കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ KCYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചതിന്റെ ആഹ്ലാദ സൂചകമായി പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പായസ വിതരണം നടത്തി. കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ KCYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളിക്ക് നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പച്ചത്തുരുത്ത് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി വൃക്ഷത്തൈ നടീലും ആയുർവേദ കോളേജ് പരിസരത്ത് നിർമ്മിച്ച മിനി MCF യൂണിറ്റുകളുടെ ഉദ്ഘാടനവും പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിസരത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പച്ചത്തുരുത്ത് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടീലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ കോളേജ് പരിസരത്ത് നിർമ്മിച്ച മിനി MCF യൂണിറ്റുകളുടെ ഉദ്ഘാടനവും പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിസരത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 3 MCFകളും 4 MCFകളും ആയുർവേദ കോളേജിൽ 2 MCFകളും 2023-24 വർഷത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TV. സുധാകരൻ, VA. കോമളവല്ലി, വാർഡ് മെമ്പർമാരായ MV. പ്രീത, ഷൈന PP, PK. ഭാസ്കരൻ, സെക്രട്ടറി ഷിബു കരുൺടി, അസിസ്റ്റന്റ് സെക്രട്ടറി MV. പവിത്രൻ, പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത VK, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുലേഖ PR, സൂപ്രണ്ട് ഡോക്ടർ ഗോപകുമാർ S,
വിഇഒ സൗമ്യ CH, തൊഴിലുറപ്പ് ഓവർസിയർമാരായ ജിഷ്ണു പ്രസാദ് TA, ഗോപിക ചന്ദ്രൻ K, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം 2024 സെപ്റ്റംബർ 22-23 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. സ്വാഗത സംഘം രൂപീകരണം ജൂൺ 9 ഞായറാഴ്ച പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി അംഗീകാരമുള്ള കേരളത്തിലെ ഏക പ്രോഗ്രാം ഏജൻസി സംഘടനയായ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ്സ് ഫെഡറേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള പ്രോഗ്രാം ഏജന്റ്സ് കലാകാരന്മാരുടെ സംഘടനയാണ്. സംഘടനയുടെ 17ാം സംസ്ഥാന സമ്മേളനം 2024 സെപ്റ്റംബർ 22-23 തീയതികളിലായി പയ്യന്നൂരിൽ വെച്ച് നടത്തപ്പെടും. കണ്ണൂർ ജില്ലയിൽ തന്നെ ഇതാദ്യമായാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. മുന്നോടിയായി ജൂൺ 9 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് TA മധുസൂദനൻ MLA സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. ഗോകുലം ഗോപാലൻ രക്ഷാധികാരിയും വേണുഗോപാൽ പാലക്കാട് പ്രസിഡന്റും പ്രദീപ് വൈശാലി തിരുവനന്തപുരം സെക്രട്ടറിയും രഘു സാരഥി അമ്പലപ്പുഴ ട്രഷററുമായുള്ള ഭാരവാഹികളാണ് സംഘടനയുടെ നേതൃത്വം വഹിക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രവിറാം ചിത്രാഞ്ജലി, രാജീവ് വേദി, പവിത്രൻ നീലേശ്വരം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പിലാത്തറയിൽ PP ദാമോദരൻ ഫലവൃക്ഷ തൈ നട്ട് ഏരിയാതല ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പിലാത്തറ ചെറുതാഴം മിൽക്കിൽ PP ദാമോദരൻ ഫലവൃക്ഷ തൈ നട്ട് ഏരിയാതല ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യയെടുത്ത് പരിശോധിച്ചാൽ അങ്ങ് വടക്കോട്ട് പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഉഷ്ണതരംഗം അനുഭവപ്പെടുകയും നിരവധി പേർ ഉഷ്ണതരംഗത്തിൻ്റെ ഭാഗമായി ഇതിനകം മരണപ്പെടുകയും ചെയ്തു. ഒരു 10-20 ദിവസങ്ങൾക്കപ്പുറം നമ്മുടെ സംസ്ഥാനത്തും ഈ ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു എന്നത് നാം കാണുന്നുണ്ട്. 2022 ജൂൺ 5 OV നാരായണൻ നട്ടുപിടിപ്പിച്ച പ്ലാവിന് OV ഓർമ്മമരം എന്ന് നാമകരണം ചെയ്തു. V രമേശൻ ഓർമ്മമരം നാമകരണം നിർവഹിച്ചു. പ്രസിഡന്റ് K മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MV രാജീവൻ, MK സുകുമാരൻ, K രാമചന്ദ്രൻ, K മനോജ്, KPV ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്ലാവിൻ തൈ നട്ടുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പ്ലാവിൻ തൈ നട്ടുപിടിപ്പിച്ചു. ഈ വർഷം സഹകരണ വകുപ്പ് പ്ലാവിൻ തൈ നട്ടുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിനാണ് ഏറ്റെടുത്തത്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ സംരക്ഷിക്കാനുള്ള ബാധ്യത സഹകരണ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും എല്ലാം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. KK നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EP അനിൽ, VP മോഹനൻ, P രവീന്ദ്രൻ, M അനിൽകുമാർ, KM പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ സമിതിയുടെ നേതൃത്വത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. കല്യാശ്ശേരി MLA M വിജിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ സമിതിയുടെ നേതൃത്വത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. ഒരുമിക്കാം അരുവിക്കായി എന്ന അരുവി പഠന സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ചെറാട്ട് ചാലിലെ തോട് ശുചീകരണം നടത്തി. കല്യാശ്ശേരി MLA M വിജിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ മണ്ണ്, നമ്മുടെ വായു, അത് നമ്മുടെ ജലം പുതിയ തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു വെക്കുക എന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഇതെല്ലാം നമ്മുടെ പൂർവികർ നമുക്കായി കരുതി വെച്ചതാണ്. സ്വാഭാവികമായിട്ടും ഇനി വരുന്ന തലമുറയിലേക്ക് ഇതെല്ലാം കൃത്യമായി കൈമാറ്റം ചെയ്യുക എന്ന ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. പക്ഷേ ഇന്ന് ലോകം വളരെ ഗൗരവത്തോടു കൂടി പല രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൈവമാലിന്യം, അജൈവമാലിന്യവും ഒക്കെ പ്രശ്നങ്ങൾ പല രൂപം. ഞാനതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥനയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. ജൈവ വൈവിധ്യ സമിതി അംഗങ്ങൾ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ്, ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാവർക്കർമാർ, ക്ലബ്ബ് ഭാരവാഹികൾ, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുരേഖ,
അടുക്കാടൻ വിജയൻ, ജിഷ ബേബി, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തളി ബഡ്സ് സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവവും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീലും നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ബഡ്സ് സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവവും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീലും നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ തുറക്കുന്നതിന്റെ ദിവസം വൈകി ഇന്ന് തുറക്കുമോ എന്നുള്ളതൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പരിപാടി ഏറ്റവും ഒടുവിലേക്ക് മാറിയത്. സാധാരണഗതിയിൽ നമ്മൾ ആദ്യം ചെയ്തു നിർത്തുന്ന ഈ സ്ഥാപനത്തിലാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കാറ്. നമ്മളിപ്പോൾ പഞ്ചായത്ത് മറ്റ് സ്കൂളുകളിലെയും പഞ്ചായത്തിൻ്റെതായ പരിപാടികൾ ഇതൊക്കെ നടത്തി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധങ്ങളായ പരിപാടികൾ. നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീച്ചർ സ്വാഗത ഭാഷണം സൂചിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ദിനേശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വി സുനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിപ്രസാദ്, സി ഡി എസ് ചെയർപേഴ്സൺ പി വി ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. പരിസ്ഥിതി ദിനത്തിൽ ഫലവൃക്ഷത്തൈ നട്ട് AKPA മാതമംഗലം യൂണിറ്റ് ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫലവൃക്ഷത്തൈ നട്ട് ആഘോഷിച്ചു. ഹെഡ് മാസ്റ്റർ ഇൻചാർജ് അജേഷ് മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റ് ലോക പരിസ്ഥിതി ദിനാഘോഷം ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫലവൃക്ഷത്തൈ നട്ട് ആഘോഷിച്ചു. ഗവൺമെന്റ് TTI ഹെഡ് മാസ്റ്റർ ഇൻചാർജ് അജേഷ് മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഫോട്ടോഗ്രാഫർ അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ടുള്ള നിതീഷ് വിളിക്കുന്നത് ഇങ്ങനെ TTIയിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം. AKPA മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് നിതീഷ് കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു. AKPA ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് PV, മാടായി മേഖലാ ട്രഷറർ വിനോദ് C, മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷനോജ് മേലേടത്ത്, ടീച്ചർ എഡ്യൂക്കേറ്റർമാരായ പ്രിയ KV, ഷാജി MV, റഷീദ് എന്നിവർ സംസാരിച്ചു. പ്രഭാകരൻ T, മനോജ് NV, അധ്യാപക വിദ്യാർത്ഥിനി ദേവിക K, AKPA മാതമംഗലം യൂണിറ്റ് സെക്രട്ടറി ജിൻസ് TM തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫലവൃക്ഷത്തൈകൾ വിതരണം നടത്തി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ PC ജയസൂര്യൻ മാസ്റ്റർ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം? അതുപോലെ ജൂൺ 5 അടുത്ത പരിസ്ഥിതി ദിനം മാന്യഗുരു സ്കൂളിലാണ്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകിയ ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ VV ശശിമോഹനൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് കുമാർ PC അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി രമ ടീച്ചർ, സ്കൂൾ സയൻസ് കൺവീനർ പ്രശാന്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം വക എഴുത്ത് വീട് വളപ്പിൽ നാട്ടുവാഴത്തോട്ടം ഒരുങ്ങി. ക്ഷേത്ര ചടങ്ങുകളിലേക്ക് ആവശ്യമായ വാഴയിലകളും വാഴപ്പഴവും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വാഴ കൃഷി ചെയ്യുന്നത്. ക്ഷേത്രം ഭരണസമിതിയും മാതൃസമിതിയും സംയുക്തമായാണ് തോട്ടം ഒരുക്കുന്നതും സംരക്ഷിക്കുന്നതും. വിവിധ ഇനത്തിലുള്ള നാട്ടുവാഴകളാണ് തോട്ടത്തിൽ ഒരുക്കിയത്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 എഴുത്തുവീട് വളപ്പിൽ വെച്ച് വാഴകൃഷിയുടെ കന്നുനടിയിൽ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ MV അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിര KV, രാധാ ഗോപാൽ, ബാലകൃഷ്ണൻ പലോറ, സുരേഷ് എടിച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ഷേത്രം കാരണവന്മാരും മാതൃസമിതിയിലെ മുതിർന്ന അംഗങ്ങളും ചേർന്ന് കന്നു നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കോറോം സെഞ്ചുറിയുടെ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കോറോം മുക്കോത്തടം സ്കൂളിൽ മുഴുവൻ കുട്ടികൾക്കും കറിവേപ്പിൻ തൈകൾ വിതരണം ചെയ്തു. കോറോം മുക്കോത്തടം സ്കൂളിൽ നടന്ന പരിപാടി പ്രധാന അധ്യാപിക സാവിത്രി KV ഉദ്ഘാടനം ചെയ്തു. കോറോം സെഞ്ചുറിയുടെ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി കോറോം മുക്കോത്തടം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കറിവേപ്പിൻ തൈകൾ വിതരണം ചെയ്തു. കോറോം മുക്കോത്തടം LP സ്കൂളിലും വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച
മാവ്, വേപ്പ്, നെല്ലി മരങ്ങൾ ഇന്നും സംരക്ഷിച്ചു വരുന്നു. കോറോം മുക്കോത്തരം സ്കൂളിൽ നടന്ന പരിപാടി പ്രധാന അധ്യാപിക സാവിത്രി KV ഉദ്ഘാടനം ചെയ്തു. KP സഞ്ജീവൻ, MK മനോജ്, KV സുരേന്ദ്രൻ, വേലിക്കാത്ത് കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടങ്കാളി ശ്രീ പൂന്തുരുത്തി ഊർപ്പഴശ്ശി വേട്ടക്കൊരുമകൻ ക്ഷേത്രം കോട്ടം സമുദായാംഗങ്ങളുടെ 2022-24 ദ്വൈവാർഷിക പൊതുയോഗം 2024 ജൂൺ 8 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് ചേരും. യോഗത്തിൽ വെച്ച് LSS, USS, SSLC +2 വിജയികൾക്ക് അനുമോദനവും 2024-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാമതും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താന് സ്വീകരണം നൽകി പ്രവർത്തകർ വിവിധയിടങ്ങളിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. ഒളവറ പാലത്തിന് സമീപത്ത് നിന്നും പയ്യന്നൂരിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ സ്വീകരിച്ചു. പയ്യന്നൂരിൽ നടന്ന റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ റാലി, പരിസ്ഥിതി പ്രതിജ്ഞ, വൃക്ഷത്തൈ വിതരണവും നടീലും പോസ്റ്റർ പ്രദർശനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ തല ഉദ്ഘാടനം ചേനോത്ത് അംഗൻവാടിയിൽ നടന്നു. പാപ്പിനിശ്ശേരി പഴയങ്ങാടി പിലാത്തറ KSTP റോഡിൽ അറ്റകുറ്റപ്രവൃത്തി തുടങ്ങി. പ്രവൃത്തി M. വിജിൻ MLA സന്ദർശിച്ചു. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടന്നുവരുന്നത്. ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപം വാഹനാപകടം. ചിറ്റാരിക്കൽ ഭാഗത്തു നിന്നും ഇരുട്ടിയിലേക്ക് പോകുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും മത്സ്യമാർക്കറ്റിൽ നിന്ന് റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.